ലെബനനിൽ പേജർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ആയി. മരിച്ചവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട്. ഹിസ്ബുള്ളയിലെ അംഗങ്ങൾ ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്ന പേജറുകൾ ആണ് പൊട്ടിത്തെറിച്ചത്. 200-ൽ അധികം പേരുടെ നില ഗുരുതരമാണ്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് എന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത്. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സുവി വിശ്വനാഥൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സുവി, കഴിഞ്ഞ രാത്രിയിലുണ്ടായ സംഭവമാണ്. ഇപ്പോൾ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എങ്കിലും നിലവിലെ ഒരു സാഹചര്യത്തിൽ അത് ഇസ്രായേൽ തന്നെ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അഭിലാഷ്, അതിദാരുണമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. ഒരു അത്ഭുതകരമായ സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. പേജർ പൊട്ടിത്തെറിച്ചാണ് ഈ ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നടന്നത്. ബെയ്റൂട്ടിലും അതിനെ തുടർന്ന് മറ്റിടങ്ങളിലേക്കും സ്ഫോടനം വ്യാപിക്കുകയായിരുന്നു. എവിടെയെല്ലാമാണോ പേജറുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള പ്രവർത്തകർ ആശയവിനിമയം നടത്തിയിരുന്നത് അവിടെയെല്ലാമാണ് പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നത്. ഉഗ്രസ്ഫോടനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ മരണസംഖ്യ ഉയരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 11 പേർ ഇതുവരെയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 200 പേർക്ക് അതീവ ഗുരുതരാവസ്ഥയിലാണ് 200 പേർ എന്ന് പറയുന്നു. മരണസംഖ്യ ഇനിയും കൂടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഈ ആക്രമണത്തിനു പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ആണ് എന്നൊരു നിരീക്ഷണമാണ് ഹിസ്ബുള്ള പ്രവർത്തകർ നടത്തുന്നത്. അതിനുള്ള ഒരു പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകും എന്നും ഹിസ്ബുള്ള പ്രവർത്തകർ പറയുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും ആരും ഇതുവരെയും ഏറ്റെടുത്തിട്ടുമില്ല. അഭിലാഷ്, തീർച്ചയായും മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ കടുത്തതാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ലെബനന് തിരിച്ചടി നൽകുന്നു എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്ന ഇസ്രായേൽ ആണ്. അതിനിടയിലാണ് ഇപ്പോഴിങ്ങനെ ലെബനന് ഒരു അടി ലഭിച്ചതും. അതുകൊണ്ട് തന്നെ ഇനി തിരിച്ചടി ലെബനൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ആ മേഖല കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്.